ഹലോ വെൽക്കം ബാക്ക്. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിന്റെ ആ ഒരു വെടിക്കെട്ടിന് ശേഷം എല്ലാവരും രാജസ്ഥാനെ എതിർത്ത് പറയുന്നുണ്ട് ബോളിംഗ് നിര ഭയങ്കര മോശമാണെന്നുള്ളതൊക്കെ. ശരിക്കും രാജസ്ഥാൻ ഒരു മോശം ടീമാണോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോ 286 എന്നുള്ളൊരു മാമത് ടോട്ടൽ ആയിരുന്നു എസ്ആർഎച്ച് രാജസ്ഥാന് മുകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 242 അവിടെ രാജസ്ഥാന്റെ വെടിക്കെട്ട് തീരുകയായിരുന്നു. എന്താ ബ്രോ തോന്നുന്നത്? എന്താ തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈ സ്കോറിംഗ് മാച്ച് ആയിരുന്നു. പിന്നെ രാജസ്ഥാന്റെ ബോളിങ്ങിന്റെ കാര്യം നമ്മൾ പറയുകയും ചെയ്തായിരുന്നു. അതെ അതെ ആർച്ചർ ആർച്ചർ ആർച്ചറായാലും ഫറൂഖി ആണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് മോശമായിട്ടാണ് രണ്ടുപേര് എറിഞ്ഞത്. അവര് ഒരു ലൈനും ലെങ്തും ഇല്ല, സ്ലോ. അത്രയും നല്ല വിക്കറ്റില് ബോള് നല്ലോണം ബാറ്റിലേക്ക് വന്ന വിക്കറ്റില് അതേ ആ പേസിൽ തന്നെ ഒരു ബോൾ എറിഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് സ്ലോ എറിയാനോ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം നേരെ മറിച്ച് ഹൈദരാബാദ് യൂസ് ചെയ്തത് അവിടെ നമ്മളെ ഹർഷൽ പട്ടേൽ ഹർഷാൽ പട്ടേലിന്റെ സ്ലോ ബോൾസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. അതായത് ആർച്ചറും അത് അടി കിട്ടും തോറും ഫറൂഖിയും ആർച്ചറും ബോളിന് പേസ് കൂട്ടാനാണ് നോക്കിയത്. 146 145 ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹർഷാൽ പട്ടേൽ വളരെ ബുദ്ധിപൂർവ്വം വന്നിട്ട് കിടിലായിട്ട് സ്ലോ ബോൾസ് വർക്ക്ഔട്ട് ചെയ്തു അവിടെ. പിന്നെ സെക്കൻഡ് പുള്ളിയുടെ ഇന്നിംഗ്സിലേക്ക് നാല് വന്നപ്പോൾ ബോളിന് ഒരു എക്സ്ട്രാ ടേൺ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ രാജസ്ഥാൻ ബോൾ ചെയ്ത സമയത്ത് ഒരു 1.2 ഡിഗ്രി ആയിരുന്നു സ്പിന്നേഴ്സിന് ടേൺ ലഭിച്ചിരുന്നെങ്കിൽ പിന്നീട് വന്ന ഹൈദരാബാദ് ബോളിംഗ് സൈഡിലേക്ക് വന്നപ്പോൾ ഒരു 2.5 ടേൺ പോയി. അതൊക്കെ ഓക്കെ, പക്ഷേ ആ സ്ലോ ബോൾസ് നന്നായിട്ട് തന്നെ അവർ വർക്ക്ഔട്ട് ചെയ്തു. നേരെ മറിച്ച് രാജസ്ഥാൻ സൈഡിൽ ആരും സ്ലോ ബോൾസ് വർക്ക്ഔട്ട് ചെയ്തില്ല. ആ കൂടി തോന്നിയത് സന്ദീപ് കുറച്ചൊക്കെ ബെറ്റർ ആക്കുന്നുണ്ടായിരുന്നു ആ സ്ലോ ബോൾസ്. അതെ, ബോള് ഒരേപോലെ തന്നെ ബോൾ ചെയ്യാതെ പലതരത്തില്, അതായത് വേരിയേഷൻസ് ട്രൈ ചെയ്തോണ്ടിരുന്നത് സന്ദീപും. തുഷാർ ദേശ്പാണ്ഡെ അത്യാവശ്യം നല്ല രീതിക്ക് പുള്ളി ബോൾ ചെയ്തു. ഭയങ്കര ബെറ്റർ ആയിരുന്നു. പിന്നെ ഫീൽഡിങ്ങിന്റെ കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ടത്. ഭയങ്കര ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ ഇതുപോലത്തെ ഒരു തരം ഫീൽഡിങ് ഞാനിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും മോശമായിട്ടുള്ള ഫീൽഡിങ്, എത്ര മിസ് ചാൻസും. ഇപ്പൊ 4 ബോൾ, അതായത് 2 പോകേണ്ട സാധനം അത് 4 കളയും. അങ്ങനത്തെ കുറെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ ക്യാച്ച് മിസ് ജഡ്ജ് ചെയ്ത് കളഞ്ഞതും, ഫറൂഖി ആണെങ്കിലും ബൗണ്ടറി ലൈനിൽ നിന്ന് കളഞ്ഞതും. അതെ അതെ, അത് ഉറപ്പായിട്ടും എടുക്കേണ്ട ക്യാച്ച് ആയിരുന്നു. കാരണം ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയുന്ന പോലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാച്ചസ് എടുക്കണം, എന്നാലേ ഗെയിം മാറുള്ളൂ. അതെ അതെ, അത് ഈസി ആയിട്ട് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഈസിയാന്ന് പറയാൻ പറ്റില്ല, എന്നാലും ക്യാച്ച് എടുക്കാൻ അത് ചാൻസ് വരുന്നുണ്ടല്ലോ അവന്മാര്. അത് പക്ഷെ എടുക്കാൻ അത് നോക്കുന്നില്ല. സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുണ്ടായിരുന്നത് റയാൻ പരാഗിന്റെ ആ ഒരു ഇൻഎക്സ്പീരിയൻസിനെ നന്നായിട്ട് തന്നെ ഹൈദരാബാദിന്റെ ബാറ്റേഴ്സ് യൂസ് ചെയ്തു. ലൈക്ക് റയാൻ പരാഗിന്റെ ആ ഒരു ബോളിംഗ് റൊട്ടേഷൻസ് ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല. ആൾ അണ്ടർ പ്രഷറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫീൽഡ് പ്ലേസ്മെന്റിലും കുറച്ച് പോരായ്മ വന്നു. സാധാരണ വെടിക്കെട്ടായിട്ട് ഫീൽഡ് ചെയ്യുന്ന പരാഗിന് പോലും ഇടയ്ക്ക് കുറച്ച് മിസ് ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടായി. അതും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. അല്ല, പുള്ളിനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇതുപോലെ നല്ല ഇങ്ങനെ അടി വന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ മുംബൈ ആയിട്ടുള്ള മാച്ചിൽ ഇതുപോലെ തന്നെയായിരുന്നു. 1 റണ്ണിന്റെ കുറവെന്തോ, 10 റണ്ണിന്റെ കുറവ്, 277 സംതിങ് എന്തോ ആയിട്ടാണ് അടിച്ചത്. അത് അവിടെ ഒരു കപ്പടിച്ചിട്ട് വന്ന ഹാർദിക് പാണ്ഡ്യയാണ് അവിടെ നിന്നേച്ച്. അപ്പൊ അത്രയും പ്രഷറായിട്ട് ഹാർദിക് പാണ്ഡ്യ, അതെ അതെ, ഇവന്മാർ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ഒന്നും ഡിഫൻസ് ഒന്നും ഇല്ല, ബോള് തന്നെ വഴി അടിച്ചോണ്ടിരിക്കുക. എല്ലാരും അറ്റാക്കിങ്, എല്ലാരും സ്ട്രൈക്ക് റേറ്റ് 200 മേളിലാണ്. തരത്തിലുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. അപ്പൊ പുള്ളിനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. രാജസ്ഥാന്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവരൊരു മോശം ടീം അല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ബാറ്റിംഗ് സൈഡ് അടിപൊളിയാണ്. ബോളിംഗ് സൈഡിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് നടത്തിയാൽ മതി. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലേക്കുള്ള തിരിച്ചുവരവോടുകൂടി തന്നെ രാജസ്ഥാൻ ഓക്കെ ആവും. അല്ലെങ്കിൽ അടുത്ത മത്സരം കൊണ്ട് തന്നെ രാജസ്ഥാൻ ഓക്കെ ആവുന്നതാണ് തോന്നുന്നത്. ഇതെന്തായാലും എനിക്ക് ഉറപ്പാണ് ആർച്ചർ ഒരു ബൗൺസ് ബാക്ക് നടത്തും. ഇത് പുള്ളിയുടെ കരിയറിൽ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ്. പുള്ളിക്ക് ഉറപ്പായിട്ട് ഒരു 20 റൺസ് ഷോട്ട് ചെയ്യാമായിരുന്നു. ഇവിടെ കമ്മിൻസിന് നോക്കിക്കുക, 60 റൺസ് ആളും വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ ഒരു 20 റൺസ് എന്തായാലും ഇത്രയും ക്വാളിറ്റി ഉള്ള ബോളറിനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഷോട്ട് ചെയ്യാമായിരുന്ന കാര്യമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അതെനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ആകെ ഒരു ഡോട്ട് ബോൾ മാത്രമാണ് പുള്ളിയുടെ ബോളിംഗിൽ വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാത്തിനും റൺസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സഞ്ജു വന്നു കഴിയുമ്പോൾ ബോളിംഗ് സൈഡ് കുറച്ചുകൂടി ബെറ്റർ ആവും എന്നാണ് എന്റെ പ്രതീക്ഷ. നമ്മൾ ആർച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോ, അതായത് ഇപ്പൊ നമുക്ക് നേരെ എറിഞ്ഞ് അടി മേടിക്കാം, അത് നേരെ എറിയും അടി കിട്ടും, അത് സ്വാഭാവികമാണ്. ഇപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വൈഡും നോ ബോളൊക്കെ. അത് എക്സ്ട്രാസ് ഒക്കെ അനാവശ്യമായിട്ട് ഒരു നോ ബോൾ 4 പോയി ആർച്ചറിന്, അങ്ങനെ അതൊക്കെ കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. എറിഞ്ഞ അടി കിട്ടും. അവന്മാർ ഇത്ര നല്ല വിക്കറ്റ് എന്തുവന്നാലും അടി കിട്ടും. 230 240 അതായത് 280 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേസ് ചെയ്യാൻ പറ്റാത്ത ടോട്ടലാണ്. അതായത് 10-1 അല്ലെങ്കിൽ 10-2 ആ ഒരു അത്രയും പ്രോബിലിറ്റി ഒക്കെ ഉള്ളൂ ചേസ് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജയ്സ്വാളും അതോടൊപ്പം തന്നെ പരാഗിനും നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ടോട്ടൽ ചിലപ്പോൾ ചേസ് ചെയ്യപ്പെട്ടേക്കാമായിരുന്നു ഒരു ടോട്ടലായി മാറിയാണ്.
അതെ അമ്മാരി ഒരു അടിപൊളിയായിരുന്നു. ഒരു സൈഡിൽ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റേ എല്ലാരും വന്ന് ഒരു ബൗണ്ടറി അല്ലെങ്കിൽ 2 ബൗണ്ടറി അടിക്കാണ്ട്. ഇപ്പൊ നിതീഷ് റാണെ ആണെങ്കിൽ 2 ബൗണ്ടറി അടിച്ചു. ജയ്സ്വാളിനൊന്നും ചെയ്യാൻ പറ്റില്ല. പരാഗ് ഫസ്റ്റ് ബോൾ ബൗണ്ടറി അടിച്ചു. അതായത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അറ്റാക്ക് ചെയ്യാന്ന് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. റിക്കോർഡ് റൺ റേറ്റ് ഒക്കെ 14, 15 ഒക്കെ നിൽക്കണം. സഞ്ജു ജുറലിൽ നിന്ന ടൈമിലൊക്കെ ആണെങ്കിൽ റിക്കവർ റേറ്റ് 14 അത് ഇവിടെ തട്ടാനും മുട്ടാനൊന്നും ഇവിടെ ഇതില്ല. വരിക അടിക്കുക, ബൗണ്ടറീസിന് വേണ്ടി ട്രൈ ചെയ്യുക, അതേ നടക്കുള്ളൂ. ഫ്രം ദ ബിഗിനിങ് ഒരു 15 റിക്വയർഡ് റൺ റേറ്റ് ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഓവർ ഡൗൺ ആയി കഴിഞ്ഞാൽ അത് മൊത്തം തീരും. അവിടെയാണ് ഹർഷാൽ പട്ടേലും അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മയുടെയും 2 ബ്രില്യന്റ് ഓവറുകൾ. അവിടെ ഭയങ്കര അവിടെ തന്നെ 6 ഓവർ അവിടെ തീർന്നു. അതിലെന്തോ 45, 50 റണ്ണം കൂടെ അതിൽ വന്നുള്ളൂ, 2 പേരും കൂടെ കൂട്ടിയിട്ട്. ഹർഷൽ പട്ടേലാണ് സഞ്ജുവിന് വിക്കറ്റ് കൊടുത്തു. പക്ഷെ ഈ രാജസ്ഥാന്റെ കയ്യിൽ കളി ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷൻ ഒന്നും വന്നില്ലായിരുന്നു മാച്ചിൽ. ഒരു സ്റ്റേജിൽ പോലും അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ റണ്ണടിച്ചും മറ്റേ ഇനി ഫ്യൂച്ചർ മീൻസ് ഇനി ടൂർണമെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, നെറ്റ് റൺ റേറ്റിന്റെ ഇത് കുറയ്ക്കാന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശുഭൻ ദുബെ ആണെങ്കിലും ഹെറ്റ്മേയർ ആണെങ്കിലും അത്യാവശ്യം അവര് അത് ട്രൈ ചെയ്തു. അതായത് എനിക്ക് തോന്നുന്നത് ജൂറലിനെ ആ 14 കോടിക്ക് നിലനിർത്തിയത് യാതൊരു രീതിയിലും വേസ്റ്റ് എല്ലാം തെളിയിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ബാറ്റിൽ നിന്ന്. ഒരു മൊമെന്റിൽ പോലും പുള്ളി ഹോൾഡ് ഓൺ ചെയ്തില്ല. സഞ്ജുവിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഇന്നിംഗ്സ് ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് താന്നു. സഞ്ജു കറക്റ്റായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബോളുകളും വേസ്റ്റ് ചെയ്യാതെ അവിടെ നല്ല രീതിയിൽ അടി വരുന്നുണ്ട്. സോ ബോളിംഗ് തുഷാർ ദേശ്പാണ്ഡെയുടെ പ്രകടനം എടുത്തു പറയണം. ഇത്രയും നല്ലൊരു റൺസ് കൊടുക്കുന്ന പിച്ചില് പുള്ളി ബോൾ ചെയ്തത് അടിപൊളിയായിട്ടാണ്. കിടിലൻ ബോളിംഗ് തന്നെയായിരുന്നു. അതെ അത് ആ പരാഗ് ബോളേഴ്സിനെ യൂസ് ചെയ്ത രീതി ശരിയായില്ല. അത് പുള്ളിനെ പറയാനും പറ്റില്ല. എത്ര അടിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇഷാൻ കിഷൻ ഫസ്റ്റ് വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോ ഇഷാൻ കിഷൻ വന്നപ്പോ ഒരു സ്ലിപ്പിൽ ഒരു ക്യാച്ച് പോയായിരുന്നു, ഒരു എഡ്ജ് അടിച്ച്. അറ്റാക്ക് ചെയ്തിട്ട് ഒരു സ്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അത് എടുക്കാവുന്ന. പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. പക്ഷെ ബോളിംഗ് സൈഡിലെ റൊട്ടേഷൻസ് കൊണ്ട് ഒരു 20-25 റൺസ് ഫീൽഡിംഗ് സൈഡും എല്ലാം കൂടെ കൊണ്ട് മൊത്തത്തിൽ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു 250 നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജസ്ഥാനെ ചേസ് ചെയ്തത്. മിസ്ഫീൽഡ് കാരണമാണ് ഇത്ര റണ്ണ് വന്നത്. മിസ്ഫീൽഡും പിന്നെ കുറച്ച് അൺലക്കി ആയിരുന്നു. കുറച്ച് എഡ്ജൊക്കെ അടിച്ച് കുറെ ബൗണ്ടറി പോയായിരുന്നു. അതൊക്കെ അൺലക്കി. അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ആ ദിവസത്തെ ഇതാണ്, അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പവർ പ്ലേ തന്നെ ഭയങ്കരമായിട്ട് റൺസ് വന്നു. രാജസ്ഥാന്റെ ഫീൽഡ് സെറ്റപ്പിൽ തന്നെ മൊത്തത്തിൽ ഡൗൺ ആക്കി പ്ലേയേഴ്സിനെ. ചുമ്മാ ഒരു 94 റണ്ണ്, 94 സംതിങ് റണ്ണ് വന്നായിരുന്നു. അത് ഭയങ്കരമായിട്ട് തിരിച്ചടിയായി പോയി. എനിക്ക് രാജസ്ഥാൻ ഒട്ടും മോശമല്ലാത്ത ഒരു ടീം തന്നെയാണ്. ബോളിംഗ് സൈഡിൽ എന്തായാലും ആർച്ചർ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ്. സഞ്ജുവിന്റെ ഒരു വരവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് രാജസ്ഥാനെ സംബന്ധിച്ച്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, ഇഞ്ചുറി ആയിട്ട് പുള്ളിയുടെ ബാറ്റിംഗ് സൈഡിൽ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പ്രോപ്പർ ആയിട്ട് ഷമിക്കിട്ടൊക്കെ എടുത്തിട്ട് കൊട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ഫുൾ ഷോട്ട് ഒക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട്. അതോടൊപ്പം തന്നെ നല്ല സ്ലോവർ വന്ന ബോൾ, ഹർഷൽ പട്ടേലിന്റെ ഒരു ബോൾ ഓഫിലേക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്ത് ബൗണ്ടറി അടിച്ചു. സോ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് പുള്ളിയുടെ പെർഫോമൻസിൽ. ബാറ്റിംഗ് വൈസ് രാജസ്ഥാനെ നോക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇനി ജയ്സ്വാളും പരാഗും അടിച്ചത് അവരെന്തായാലും റൺ അടിച്ചോളും, അത് കുഴപ്പമില്ല. നിതീഷ് റാണയുടെയാണ് ആകെ വരുന്ന ഒരു പ്രശ്നം. നിതീഷ് റാണ ഇന്നലെ ഒരു ഓവർ എറിഞ്ഞു. പുള്ളിക്ക് വേണമെങ്കിൽ ഒരു ഓവറും കൂടെ കൊടുക്കായിരുന്നു പരാഗിന്. ഇപ്പൊ നമ്മൾ നിതീഷ് റാണയുടെ കാര്യം പറയുമ്പോൾ നിതീഷ് റാണയെ മാറ്റുവാണെങ്കിൽ അവിടെ വൈഭവ് സൂര്യവംശിനെ കളിപ്പിക്കേണ്ടി വരും. പുള്ളിയുടെ ഇനി സീസൺ മുമ്പോട്ട് പോകണ അനുസരിച്ച് റാണ എങ്ങനെയാണ് കളിക്കണെന്നുള്ളത്. പക്ഷെ ഇന്നലെ ഇത്രയും നല്ല വിക്കറ്റിലും റാണയ്ക്ക് ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എച്ചടിച്ചൊക്കെ ബൗണ്ടറി ഒക്കെ പോയിക്കൊണ്ട് അങ്ങനെ അതൊക്കെ പുള്ളിയുടെ ഒരു ഫോമിന്റെ പ്രശ്നമെന്ന് തോന്നുന്നു. ഇപ്പൊ ഇനി സൂര്യവംശി വരുവാണെങ്കിലും റിയാൻ പരാഗ് ഇന്ന് റാൻ എറിഞ്ഞ കണക്ക് ഒരു 1-2 ഓവറൊക്കെ എറിയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ദ്രാവിഡ് വന്നു ടീമിനെ ഡിസ്ട്രക്ട് ചെയ്തു, ഭയങ്കരമായിട്ട് നശിപ്പിച്ചത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. രാജസ്ഥാനെ പണ്ടുതൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം രാജസ്ഥാൻ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ടീമാണ്. അതായത് കഴിഞ്ഞ 2-3 സീസൺ പ്ലേ ഓഫ് വന്നു അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അവരെപ്പോഴും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ടീമാണ്. യങ്സ്റ്റേഴ്സിലേക്ക് ആരും അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. സോ ഒരു ഫേസ് ചേഞ്ച് ചെയ്യുന്ന ടൈമുണ്ട് എല്ലാ ക്രിക്കറ്റ് ടീമിനാണ്. ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ശ്രീലങ്കൻ ക്രിക്കറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീമിനെ സംബന്ധിച്ച് ആ ഒരു ചേഞ്ച് ഓഫ് ഫേസ് ഉണ്ട്. ആ ഒരു ഫേസിൽ അവരൊന്ന് ഡൗൺ ആവും. ഇപ്പൊ ചെന്നൈയുടെ സൈഡ് നോക്കുക, മുംബൈ താഴേക്ക് പോയായിരുന്നു, 10ാം സ്ഥാനത്തേക്ക് പോയായിരുന്നു. ചെന്നൈ ഒരു തവണ ബോട്ടം സൈഡിൽ പോയായിരുന്നു. ചെന്നൈ മുംബൈ ഒരുപോലെ വന്നത്. സോ എല്ലാ ടീമിനും ആ ഒരു ഫേസ് ചേഞ്ചിങ് മൂവ്മെന്റ് ഉണ്ട്. 22-ല് 10ാം സ്ഥാനം ബോട്ടം പോയായിരുന്നു. അത് സ്വാഭാവികമാണത്. ഇത് പുതിയ ബാറ്റിംഗ് കോച്ച് ആണെങ്കിലും ഹെഡ് കോച്ച് ആണെങ്കിലും ബോളിംഗ് കോച്ച് ആണെങ്കിലും എല്ലാവരും പുതിയതാണ്. പിന്നെ പ്ലേയേഴ്സ് ആണെങ്കിലും ബോളിംഗ് സൈഡ് ആണെങ്കിൽ ഫുള്ള് ന്യൂ ആണ്.
പുതിയ ബോളിംഗ് സൈഡാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു 2-3 മാച്ച് കഴിയാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റേതായ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ വർക്കാൻ വേണ്ടിട്ട് കുറച്ച് ടൈം എടുക്കും. ഇത്രയും ഒരു ലോങ് ടൂർണമെന്റിൽ ഹൈദരാബാദ് കഴിഞ്ഞ മുമ്പത്തെ സീസൺ എന്തായിരുന്നു അവസ്ഥ? തകർന്ന് തരിപ്പണമായ ടീമാണ്. സോ എല്ലാ ടീമുകൾക്കും ആ ഒരു ഡൗൺ ഫേസ് ഉണ്ട്. സോ അതിൽ നിന്ന് അപ്പായി വരും. പക്ഷേ രാജസ്ഥാൻ ആ ഒരു ഫേസിലേക്ക് തള്ളി പോയിട്ടില്ല സത്യത്തിൽ. അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട രീതി പോയിട്ടില്ല. അതായത് അവരുടെ കോമ്പിനേഷൻസ് കറക്റ്റ് ആയില്ല ഇന്നലത്തെ. അതാണ് പറ്റിപ്പോയത്. അതായത് ഹസരംഗ വേണ്ടതായിരുന്നു. ഹസരംഗ ആണെങ്കിൽ കൂടെ വേണ്ടായിരുന്നു. ഇത് പുള്ളി 4 ഓവറിൽ ഒരു 50 റൺ കൊടുത്താൽ ഒരു 2 വിക്കറ്റ് എടുത്താനെ പുള്ളി അത്യാവശ്യം നല്ല ഗൂഗിളൊക്കെ ഇറങ്ങണതാണ്. പുള്ളിക്ക് ഒരു 2 വിക്കറ്റ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ആ മിഡിൽ ഓവേഴ്സിലെ. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടെന്ന് അതായത് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടെന്നുള്ള ഇതുകൊണ്ടാണോ ഇനി പുള്ളിനെ ഇറക്കാഞ്ഞെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലത്തെ ഹൈദരാബാദിലെ വിക്കറ്റിന് ഇത് അവിടെ സാമ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇനി അതായത് ഇപ്പൊ തീക്ഷ്ണ കിട്ടി. തീക്ഷ്ണ 2 വിക്കറ്റ് എടുത്തു അല്ലേ? അതെ തീക്ഷ്ണ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. തീക്ഷ്ണയുടെ പെർഫോമൻസ് നോക്കിയാൽ തീക്ഷ്ണയുടെ അത്ര മോശമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. 4 ഓവറിൽ ഇത്ര ഒരു പിച്ചിൽ 13 എക്കോണമി ഒക്കെ ആവറേജ് എക്കോണമി തന്നെയാണ്. 2 വിക്കറ്റ് പുള്ളി ഇതുപോലെ തന്നെ നോബോളൊക്കെ പുള്ളി 2 നോബോൾ എന്താ പുള്ളി എക്സ്ട്രാസ് ഇങ്ങനെയുള്ള റോഡ് പോലെ കിടക്കുന്ന പിച്ചില് എക്സ്ട്രാസ് കട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഇവർ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് സാധിച്ചില്ല. പിന്നെ ഫീൽ ഓഫ് കോഴ്സ് ആ പവർ പ്ലേ അത്ര അടി വന്നു കഴിയുമ്പോഴത്തേക്കും പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി തന്നെ ഡൗൺ ആണ്. പിന്നെ അവരുടെ പെർമനന്റ് ക്യാപ്റ്റനായിട്ട് സഞ്ജോട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ബോളേഴ്സിന്റെ അടുത്ത് പരാഗ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സഞ്ജു അങ്ങനെ ഒരു താരമല്ല. അടി കിട്ടിയ ബോളറുടെ അടുത്ത് പോയി പറയും. ബോളർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കും. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. പുള്ളി നഖം കടിച്ച് ഹിപ്പിൽ കയ്യൊക്കെ വെച്ചിരിക്കുവായിരുന്നു. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. പുള്ളി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് ക്യാപ്റ്റൻ ചെയ്യണം. പുള്ളിനെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ആക്ച്വലി ഇത് നമ്മൾ പക്കായിട്ട് ആ ഒരു പ്രിവ്യൂവിൽ പറഞ്ഞാണ് ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ രാജസ്ഥാന് ഒട്ടും മോശമില്ലാത്തൊരു ടീമുണ്ട്. ഹോപ്പ് ഉള്ള ടീം തന്നെയാണ്. ഇനിയിപ്പോ ബാക്കി LSTയുടെയും DCയുടെ ഒക്കെ കളി കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ അവർ ഏത് രീതിയിലേക്കാണ് പോകുന്നത്. LSTയുടെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിട്ട് ടീം രാജസ്ഥാനുണ്ട്. എന്റെ ഇപ്പോഴത്തെ വിശ്വാസം ഇവിടെ ആർച്ചറിനെ കളിയാക്കുന്നവർ തന്നെ പറയും പുള്ളിയുടെ ബോളിംഗ് അടിപൊളിയായിരുന്നു പറയുന്ന ദിവസം വരും. അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്. ആഫ്റ്റർ ദാറ്റ് ഇഞ്ചുറിയാണ് പുള്ളിക്ക് ഒരു ചെറിയ പണി വന്നത്. എനിക്ക് തോന്നുന്നത് ഇത് പുള്ളിയുടെ മനസ്സിലുണ്ടാവും. അത് തിരിച്ചു പിടിച്ചിട്ട് 100% ഉറപ്പാണ്. ആർച്ചർ പോകും അല്ലെങ്കിൽ ഇവർ താഴേക്കും. ഇവരുടെ കോമ്പിനേഷൻ റൈറ്റ് ആയി കഴിഞ്ഞാൽ ടീം സെറ്റാണ്. ആ ബോളിംഗിന്റെ കേട്ടോ ബാറ്റിംഗ് സെറ്റാണ്. ഈ നിതീഷ് റാണയുടെ കാര്യം കൂടെ നോക്കിയാൽ മതി. പുള്ളി എങ്ങനെയാണ് പുള്ളി പെർഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതല്ലാതെ ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ ബോളിംഗിന് ഹസരംഗയുടെ കാര്യം കൂടെ നോക്കിയിട്ട് ബാക്കി ഇവര് ബോളിംഗ് കോമ്പിനേഷൻ കൂടെ ഒന്ന് സെറ്റ് ആയിക്കുന്ന ടീം ഓക്കെയാണ്. ഈ ഒരു വിക്കറ്റിലൊന്നും ഒരു ഇതായി എഴുതി തള്ളാനൊന്നും പറ്റുമെന്നില്ല. ഇത്രയും കമ്മിൻസിനാണെങ്കിൽ 4 ഓവർ 60 റണ്ണൊക്കെ അടി കിട്ടി. എല്ലാവർക്കും വീട്ടിലുണ്ടായിരുന്നു അടി. അതെ സത്യം പറഞ്ഞ ബോളേഴ്സിന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പിച്ചാണിത്. അവിടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എറിഞ്ഞ നമ്മുടെ ഹർഷൽ പട്ടേലിന് വലിയൊരു കയ്യടി കൊടുക്കണം. അത് വേറൊരു കാര്യമാണ്. നന്നായിട്ട് അത് വേരിയേഷൻസ് ഒന്നും ഇല്ലാതെ എറിഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതായത് ഹെഡും അഭിഷേക് ശർമ്മ ഇഷാൻ കിഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. ഹർഷൽ പട്ടേലാണ് കൃത്യമായിട്ട് ഓഫ് കട്ടറൊക്കെ എറിഞ്ഞ് അത്യാവശ്യം ബോള് സ്ലോ ആക്കി. അതായത് ബോള് നോർമലായിട്ട് ബാറ്റിലേക്ക് നല്ലോണം വന്നുകൊണ്ടിരിക്കുന്ന വിക്കറ്റാണ്. അതിനിടയ്ക്ക് സ്ലോവർ ഒക്കെ കൊടുത്തില്ലെങ്കിൽ അടി കിട്ടിക്കിട്ടും. ആർച്ചറിന്റെ 145 മറ്റേ എറിഞ്ഞിട്ടാണെങ്കിൽ എഡ്ജ് അടിച്ചൊക്കെ 6 പോകണ്ടായിരുന്നു. അതുപോലത്തെ 130 മുകളിൽ അവിടെ ഹർഷൽ പട്ടേൽ എറിഞ്ഞിട്ടില്ല. 120 ആവറേജിലാണ് പുള്ളി ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. 120, 125. അത് കറക്റ്റ് ആയിട്ടുള്ള ഓഫ് കട്ടേഴ്സ് നല്ല നക്കിൾ ബോൾസ് ഒക്കെ ഇടയ്ക്ക് എറിയുന്നുണ്ടായിരുന്നു. പുള്ളി അടിപൊളി ബാക്ക് ഓഫ് ദ ഹാൻഡ് ഡെലിവറീസ് അടിപൊളിയായിട്ടാണ് പുള്ളി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ സൈഡിൽ ഇപ്പോ ഉണ്ട്, അവർക്ക് ടീമുണ്ട്. സ്റ്റിൽ അവർക്ക് നല്ലൊരു ടീമുണ്ട്. എനിക്ക് അങ്ങനെയാണ് പ്രതീക്ഷ. അവർ പ്ലേ ഓഫ് കളിക്കാനുള്ള ടീമുണ്ട്. സോ ബാക്കിയെല്ലാം ഇനി ബാക്കി കളി കണ്ട് തന്നെ അറിയണം. ഒരു 3 മാച്ചൊന്നും കഴിയാതെ അല്ലെങ്കിൽ 4 മാച്ചൊന്നും കഴിയാതെ ഒരിക്കലും രാജസ്ഥാനെ എഴുതി തള്ളാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇവരുടെ അഭിപ്രായങ്ങൾ ഇനി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തരെ. എനിക്കിപ്പോഴും പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ രാജസ്ഥാൻ തിരിച്ചു വരുന്നില്ല.